മലക്കം മറിഞ്ഞ് സൂര്യനെല്ലി കുര്യൻ. ഇന്നലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല, അവിടെ വേറെ മിടുക്കന്മാരായ ആളുകളുണ്ട്, ഇതുപോലെയുള്ളവരെ മത്സരിപ്പിച്ചാൽ അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്, എന്നോട് ചോദിച്ചാൽ ഞാൻ യാതൊരു കാരണവശാലും അതിനെ അനുകൂലിക്കില്ല എന്നൊക്കെ ഏഷ്യാനെറ്റിലെ വിനുവും സംഘവും ഒരുക്കിയ ആ കെണിയിൽ കുടുങ്ങിയ സൂര്യനെല്ലി കുര്യൻ ഇപ്രകാരം പറഞ്ഞു. അത് വലിയ ചർച്ചയായി. ആ നിമിഷം മുതൽ സൂര്യനെല്ലി കുര്യനെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും എയറിലാണ്, ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകും. തൻ്റെ പഴയ ലീലാവിലാസങ്ങളൊക്കെ ആളുകൾ എടുത്ത് അമ്മാനമാടി തുടങ്ങി എന്ന് മനസ്സിലാക്കിയ സൂര്യനെല്ലി കുര്യൻ നിന്ന നിപ്പിൽ സമ്മർസാൾട്ട് അടിച്ചു. അദ്ദേഹം ആ പറഞ്ഞതെല്ലാം വിഴുങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനൊന്നുമല്ല, ഞാൻ പറഞ്ഞത് അങ്ങനൊന്നുമല്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഇന്ന് വന്നു. ഞാൻ അപ്രകാരമൊന്നും പറഞ്ഞിട്ടില്ല. രാഹുലിനെ തിരികെ എടുത്താൽ മത്സരിപ്പിക്കുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ ധാർമ്മികതയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ലല്ലോ ബാധകം. ഇടതുപക്ഷത്തും അതുപോലുള്ള ആളുകളില്ലേ, അവർക്കൊന്നും ഇത് ബാധകമല്ലേ? അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ടും പറയും, രാഹുലിനെ മത്സരിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. സൂര്യനെല്ലി കുര്യൻ ഇന്നലെ പറഞ്ഞത് നമുക്കൊന്ന് കണ്ടിട്ട് ഉടനെ മടങ്ങി വരാം. വേറെ ആളിനെ നിർത്തും. അദ്ദേഹം പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട്, അദ്ദേഹം പാർട്ടിയിൽ നടപടിയെടുത്തിരിക്കുന്നതുകൊണ്ട് മറ്റാളിനെ നിർത്തും. വേറെ കോൺഗ്രസിനകത്ത് എത്രയോ നേതാക്കന്മാരോട് മത്സരിക്കാൻ കൊള്ളുന്നുണ്ട്. അല്ല, പാലക്കാട്ട് തന്നെയുണ്ട് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ. ഇനി അദ്ദേഹം ഇന്നിട്ട ആ FB പോസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് ഉടൻ മടങ്ങി വരാം. സീറ്റ് നൽകരുതെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന് അസംബ്ലി സീറ്റ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞെന്ന പ്രചരണം ശരിയല്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് കൊടുക്കരുതെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റ് സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കുമോ എന്ന ചോദ്യത്തിന് ആര് നിന്നാലും ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന വിവരം അറിയിക്കുവാനാണ് ഈ കുറിപ്പ്. മറ്റുള്ള പ്രചരണം ശരിയല്ല. ഇന്നലെ ബൈറ്റ് കൊടുത്ത ഏഷ്യാനെറ്റിനോട് തന്നെ അദ്ദേഹം പറഞ്ഞത് കേൾക്കുക. അദ്ദേഹം പറഞ്ഞതെല്ലാം വിഴുങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനൊന്നുമല്ല എന്ന് ഇന്ന് ഏഷ്യാനെറ്റിന്റെ ലേഖനോട് തന്നെ പറയുന്നത് കാണുക. കേട്ടസി ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റിന് ഞാൻ തന്ന ഇന്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് പറഞ്ഞ ഭാഗം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കണ്ടു, ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്, ഏഷ്യാനെറ്റ് തന്ന ഇൻ്റർവ്യൂ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ്, ആ കോണ്ടക്സ്റ്റിലാണ്. ഞാനത് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ്, നടപടിയെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഓൾട്ടർനേറ്റീവ് ആകാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞ കാര്യമെല്ലാം ശരിയാണ്. ഈ കോണ്ടക്സ്റ്റിൽ അദ്ദേഹം സസ്പെൻഷനിലാണെങ്കിൽ ആ കോണ്ടക്സ്റ്റിൽ ഞാൻ പറഞ്ഞത് തന്നെ ആ ശരിയാണ്, മനസ്സിലായല്ലോ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തെക്കുറിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ സ്പെസിഫിക് ക്വസ്റ്റ്യനെ കുറിച്ചാണ് ഞാനിപ്പം ആൻസർ ചെയ്യുന്നത്. ആ ചോദ്യം എനിക്ക് അന്നേരം കിട്ടിയില്ല. അപ്പോൾ അന്നേരം മറ്റൊരു കോണ്ടക്സ്റ്റ് ഉണ്ടായ ചോദ്യമാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഉള്ള ക്ലാരിഫിക്കേഷൻ, ഞാൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞത് സസ്പെൻഷനിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചാണ്. സസ്പെൻഷൻ ഒഴിവാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റിന് അർഹനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി സസ്പെൻഷൻ ഒഴിവാക്കണോ, എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയും എനിക്ക് അഭിപ്രായമുണ്ട്. CPM എത്രയോ പേര് ഇതുപോലുള്ള ചാർജ് കിട്ടി അവർ ഔദ്യോഗികമായി നടക്കുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് സസ്പെൻഷൻ ഒഴിവാക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. CPM പ്രതികളായിട്ടുള്ളവരും കേസുള്ളവരും ഒക്കെ സസ്പെൻഷനില്ലാതെ നടപടിയില്ലാതെ നടപ്പുണ്ടല്ലോ. നേതാക്കന്മാർ MLA ഉണ്ടല്ലോ, ശരിയാണല്ലോ. അപ്പോൾ കോൺഗ്രസിനും വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് പാർട്ടി തീരുമാനിക്കട്ടെ. CPMനോട് നിങ്ങളൊന്ന് ചോദിക്കേ, ഈ കാര്യത്തിൽ ധാർമ്മികത നിങ്ങൾക്കില്ലയോ എന്ന്. അവരോടൊന്ന് ചോദിക്കട്ടെ, അവരുടെ മറുപടിയോടൊന്നും വേണ്ടിയില്ലേ. അതുകൊണ്ട് കോൺഗ്രസിനോട് മാത്രം ഈ ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് പ്രതിഷേധമുണ്ട്.
ഒരു പ്രതിഷേധവും അദ്ദേഹം പറഞ്ഞില്ല. ഞങ്ങൾ സംസാരിച്ചു, മറ്റു കാര്യങ്ങളുമാണ് കൂടുതൽ സംസാരിച്ച്. ഒരു പ്രതിഷേധവും പറഞ്ഞില്ല. അദ്ദേഹത്തിന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ പൊസിഷൻ മനസ്സിലായി എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. എതിരായി ഒന്നും അദ്ദേഹം പറഞ്ഞു. കാര്യം ഞാൻ സസ്പെൻഡ് ചെയ്ത ആളിനെക്കുറിച്ചുള്ള ആ കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതതിൻ്റെ പോയിന്റ്. കണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞതെല്ലാം തിരിച്ച് എടുത്തു. രാഹുലിനെ മത്സരിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സൂര്യനെല്ലിക്കുര്യൻ പേടിച്ചുപോയി. വലിയ വായിൽ വിടുവ അടിച്ചതാണ്. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ലേഖനെ കണ്ടപ്പോൾ അയാൾ നൈസായിട്ട് തന്ത്രപരമായി ഈ ചോദ്യം ചോദിച്ചു. അവർ ഉദ്ദേശിച്ച ഒരു സാധനം കുര്യന്റെ വായിൽ നിന്ന് എടുത്തു, അവർ അത് ഉപയോഗിച്ചു. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കേക്കച്ചന്റെ PR പണി ചെയ്യുന്ന വിനു ബി ജോണും സംഘവും ആസൂത്രണം ചെയ്ത ഒരു കെണിയായിരുന്നു. പക്ഷേ സൂര്യനെല്ലിക്കുര്യൻ അതിൽ വീണു. അയാൾ ഒന്നും ആലോചിക്കാതെ ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാണ് അതിൻ്റെ ചൂട് അദ്ദേഹത്തിന് അറിയുവാൻ സാധിച്ചത്. അതിനെതിരെ പ്രതികരിച്ചത് നമുക്കറിയാം. ലക്ഷക്കണക്കിന് പ്രതികരണങ്ങളാണ് ഇപ്രകാരം ഒരു വാർത്ത വന്ന മാധ്യമങ്ങളുടെ അടിയിൽ വന്നത്. അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സൈബർ സംഘമോ PR കൊട്ടേഷൻ സംഘമോ ഒന്നുമല്ല. ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് കണ്ടത്. ഇന്നലെ i2 ന്യൂസ് തന്നെ ഈ ഏഷ്യനെറ്റിന്റെ വാർത്തയുടെ അടിയിൽ വന്ന ഏതാനും ചില കമന്റുകൾ തന്നെ ഞങ്ങൾ നൽകിയിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജനങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് എടുത്തത് എന്ന്. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് ഈ സൂര്യനെല്ലിക്കുര്യന്റെ പഴയകാല സംഭവങ്ങൾ അറിയാവുന്ന ഇദ്ദേഹത്തിന്റെ നാട്ടുകാരനും ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നയാളുമായ എബ്രഹാം ജോണിന്റെ പ്രതികരണമാണ്. എല്ലാവരും മറക്കുവാൻ തുടങ്ങിയ ഇദ്ദേഹം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃത്യമായി അറിയാവുന്ന അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങൾ വിവരിക്കുന്നത് കേട്ടാലും. ഞാനിത് എബ്രഹാമാണ്. PJ കുര്യന് സൂര്യനെല്ലി വിഷയം വന്ന് നാശമായി കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇരുവേരൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ പ്രശ്നം കാരണം നല്ല മാന്യതയുള്ള ഒരു ടീച്ചറാണ്, ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എനിക്കിനിയും ജീവിക്കണ്ടെന്നും പറഞ്ഞു. അന്നേരം ഇയാളെ സേവ് ചെയ്യാൻ വേണ്ടി ക്രിസ്തോസം തിരുമേനിയ അന്ന് അവരുടെ വീട്ടിൽ ചെന്ന് ഈ ടീച്ചറോട് സംസാരിച്ച് തിരുമേനിമാരൊക്കെ പറഞ്ഞ് അനുസരിക്കുമല്ലോ, ആ നില തിരുമേനിയെ കൊണ്ട് പറയിപ്പിച്ചു. തിരുമേനി പറഞ്ഞു അത് കുഴപ്പമില്ല, അങ്ങനെയല്ല, സത്യങ്ങൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെ ആ തള്ളയും കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. കാരണം വെച്ചാൽ അല്ലെ ഇയാളുടെ മാനം പോവും. ഇതൊക്കെ പുറത്തറിഞ്ഞ ഈ ന്യൂസ് എങ്ങനെ ഞാൻ അറിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ ആ സ്കൂളിൽ പഠിച്ച ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുമായിരുന്നു. ആ പഠിക്കുന്ന സമയത്തല്ല, ഞാൻ അതെല്ലാം കഴിഞ്ഞ് പ്രൊഫഷണലായിട്ട് മാറി കഴിഞ്ഞപ്പം ഈ ന്യൂസുകളൊക്കെ ഫ്രണ്ട്സ് സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. ക്രിസ്തോസം തിരുമേനി അയാളെ രക്ഷപ്പെടുത്തിയത്. പിന്നെ പെൺപിള്ള ആ പുള്ളിക്കാരി ടീച്ചർ പിണങ്ങി പിള്ളേരെയും കൊണ്ട് വീട് വിട്ടു. അയാള് മാങ്കൂട്ടത്തിനെ കുറിച്ച് ദോഷം പറയുന്നു. അയാൾക്ക് ടങ് സ്ലിപ്പാന്ന്. പുള്ളി എന്താ കുളത്തിന്റെ കര വെച്ചേക്കാണ് അയാളുടെ നാക്ക് സ്ലിപ്പാകും. ഇമാർക്ക് ഈ കള്ളന്മാർക്കൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ വേർഡാ സ്ലങ് സ്ലിപ്പാ. അത് തെറ്റാണ്. ഒന്നാമത് ആ വേർഡ് തന്നെ തെറ്റായിട്ട് പറയാണ്. കാണുന്നിടത്തൊക്കെ സ്ലിപ്പാകുന്നതിന് ഇവന്റെയൊക്കെ നാക്ക് തന്നെ അവിടെങ്ങും സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ടില്ലേ. നാക്ക് ദൈവം സൃഷ്ടിച്ചപ്പോഴേ ഉള്ളത്, അതെങ്ങനെ സ്ലിപ്പാകുന്നു? തോന്നിവാസം വർത്താനം. ഇപ്പം പഞ്ഞിക്കിടുമെന്നറിയാവുന്നതുകൊണ്ടാ ഇപ്പം അത് അങ്ങനെ ഇങ്ങനെ മറ്റേന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് വേണ്ടി നോക്കുന്നേ. ഇയാള് കളവൻ വീട്ടിലെങ്ങാനും കുത്തിയിരിക്കാൻ നോക്കണം. കോൺഗ്രസ് ലീഗെന്തോ എനിക്കറിയാം. പുള്ളി ആദ്യമായിട്ട് MP ആയിട്ട് പത്തനംതിട്ട നമ്മുടെ അവിടെ എന്തോ പറയാ തിരുവല്ല ആ ഏരിയ മുഴുവനായിട്ട് MP ആയിട്ട് മത്സരിക്കുന്നത് എനിക്കറിയാം. ഞാനന്ന് പഠിക്കുന്ന പ്രായമാണ്, അറിയോ. ഈ PJ കുര്യൻ അന്നൊക്കെ മാന്യനായിരുന്നു, നല്ല നമുക്കൊക്കെ ബഹുമാനമുണ്ട്, ഒരു പ്രൊഫസറായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. സെന്റ് തോമസ് കോളേജിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഇയാളെ പഠിപ്പിച്ച പെൺപിള്ളേര് ഞങ്ങളുടെ ഫ്രണ്ട്സാ. അവളുമാർ പറഞ്ഞേക്കാം ഈ കുര്യന്റെ മേന്മയൊക്കെ, അറിയോ. ആ കുര്യനാണ് ഇപ്പൊ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്നു. അവന്റെ യോഗ്യത അവൻ കേരളം മുഴുവന് എത്ര മണ്ഡലത്തിൽ നിൽക്കാവോ അത്രയും മണ്ഡലത്തിൽ നിർത്തും വേണ്ടി വന്ന. അങ്ങനെ വിടാൻ പാടില്ല. കാരണം എല്ലാവരും പെണ്ണുപിടിയന്മാരുടെ ആശാന്മാരാ. അല്ലാത്ത ഏതെങ്കിലും പാർട്ടികളുണ്ടെങ്കിൽ TV വന്ന് പറയട്ടെ, ഞാനില്ലെന്ന്. ധൈര്യമുള്ളവന്മാർ പറയട്ടെന്നേ. ഇതെന്താന്ന്, ഇത് വെള്ളരിങ്ങ പട്ടണമാ?
അങ്ങനെയൊന്നും നമ്മളാര് പാവങ്ങൾ കുറച്ച് പേര് നാട്ടിലുള്ളവർ പേടിച്ചൊക്കെ നിൽക്കുന്നു. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന്മാർ തോന്നിയ പോലെ ഇവരാരാ പറയാൻ? ജനാധിപത്യത്തിൽ ഈ ജനങ്ങളോട് ഇവന്മാരാണ് പറയുന്നത്. സൂര്യനെല്ലി കേസ് ഞാൻ അങ്ങോട്ട് എഴുതി, അതിനടിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് പറയണം, ക്രിസ്തോസം തിരുമേനിയാണ് പുള്ളി അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അല്ലെ നാറി നാശമായി അയാള് പത്തനംതിട്ട മുഴുവൻ കുളമാക്കിയതിന്. കാരണം ഇത് സത്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.